ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് എവിടെ അറിയോ? സിസു പറഞ്ഞ സ്ഥലത്താട്ടോ. സിസുന്ന് ഇനി പോയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്, അടിപൊളി സ്ഥലങ്ങൾ. പക്ഷേ നമുക്ക് ഇന്നലെ നിന്നതിന് ഭയങ്കര ചിലവാണ് ഒന്നാമത്. രണ്ടാമത് കച്ചൊക്കെ ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ് കേട്ടോ. സംഭവം ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ നേരത്ത് വന്ന നമ്മൾ അടുപ്പ് വരും അമ്മാതിരി അവസ്ഥയാണ് കേട്ടോ. ദേ അടിപൊളി മഞ്ഞുമലകളാട്ടോ ചുറ്റും. ഈ ഒരു മല മാത്രമല്ല കേട്ടോ, ഈ മലമലൊക്കെ ഉണ്ട്. ദേ ഫുള്ള് മഞ്ഞാണ്, നിലത്തൊക്കെ മഞ്ഞാണ്ട്, അവിടെയൊക്കെ ഐസുണ്ടോ. അപ്പോൾ ഈ കണ്ട ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഭയങ്കര കത്തിയാട്ടോ, 1500 റുപ്യ. പിന്നെ അതിൻ്റെ ബാക്കിലൊരു ചേച്ചീൻ്റെ ഉണ്ട്, 2000 റുപ്യ. അപ്പോൾ ഈ ഏരിയയിലേക്ക് ഇഷ്ടം പോലെ റൂം കിട്ടും, പക്ഷെ നല്ല ചിലവാണ്. നമ്മുടെ ഇതിൽ 5000 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വെച്ച് പിടിക്കുക കേട്ടോ. നമുക്ക് ഇനി നേരെ ഈ റോഡ് അങ്ങോട്ട് പോയാൽ കാശ്മീർക്ക് എത്തും. കാശ്മീരിൻ്റെ ബോർഡറൊക്കെയാണ് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഈ ബർഫ് കിട്ടുക, അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമുക്കൊരു തേങ്ങ അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടങ്ങൾ എന്താ അടിപൊളി മഞ്ഞുമലകളാണെന്നറിയോ? അടിപൊളിയാട്ടോ കാഴ്ച, ഒരു രക്ഷയില്ല. പക്ഷേ വീഡിയോ കൂടെ കാണുമ്പോൾ നമുക്ക് ഫോട്ടോ കൂടെ കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ അടുത്തിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് നിന്ന നിപ്പിൽ നമ്മളിങ്ങനെ തണുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പശുക്കളൊക്കെ എങ്ങനെ ജീവിക്കണോ എന്തോ, കൂട്ടുതുണി ഇല്ലാതെ. എന്താ ഇവിടെ നായ്ക്ക് തീറ്റ കൊണ്ടുപോയി കൊടുക്കുന്നിട്ടൊരു കുട്ടി. ഇവിടുത്തെ നായ്ക്കളൊക്കെ ഭയങ്കര തൊപ്പുള്ള നായ്ക്കളാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചാവാലി പട്ടികളല്ല ഇവിടെ ഉള്ളത്, ഭയങ്കര തൊപ്പുണ്ടാവും. കണ്ടങ്ങള് ഈ ഒരു മല മാത്രം മഞ്ഞില്ലാത്തുള്ളൂ കേട്ടോ. ഹായ്, नाम क्या है? अहद. अच्छा, ये आपका? आपका ये बोलता नहीं है. इसका नाम है रॉकी. हाँ, रॉकी है കാണുന്ന ഗൈസ്. आपका घर कौन सा है? ये आपका घर है? इधर होम स्टे है? होम स्टे टूरिस्ट नहीं? ओके, होम है, ओनली होम. ओके, राइडर सर. हाँ राइडर है. हम केरला से आ रहा हूँ. केरला मालूम है आपको? केरला मालूम है? ഇത് അഹദ് പറഞ്ഞ കുട്ടിയാട്ടോ. മാം ക്യാമറമാൻ പോലെ. അപ്പോൾ അഹദിനെ കണ്ട ചെറിയൊരു കണ്ണൊക്കെ കണ്ട ഞങ്ങൾ നമ്മുടെ നാട്ടിലെ കണ്ണ് മാതിരില്ല, ഒരു ചെറിയ കണ്ണാണ്. സംഭവം എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണ് അറിയില്ല, ഇവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ കേട്ടോ ഫേസ് നമ്മളെ ആസാമികളൊക്കെ മാറിയുള്ളൊരു ഫേസാണ്. ആസാമികളല്ല, എന്താ പറയുക, ചെറിയൊരു ചൈന ലുക്കും പിന്നെ അത്രക്ക് വരില്ല, നമ്മളെ നാട്ടിലെ ലുക്ക് തന്നെയാണിത്. ചൈന ഭയങ്കര ഓവറായിട്ട് കണ്ണൊന്നും തുറക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെയാണ് കേട്ടോ, കണ്ണ് നീച്ചാത്ത ആൾക്കാരാണ്. എത്ര കാലം കഴിഞ്ഞാലും കണ്ണൊക്കെ ഒരു കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അത് ഇവിടെ ഈ ഏരിയൻ്റെ അധികാരം കുറച്ചുകൂടി കഴിഞ്ഞാൽ ചൈനയാണല്ലോ, അപ്പുറത്ത് ചൈനയാണല്ലോ. ചൈനത്തെ ആൾക്കാരൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ലോ. അപ്പോൾ ഏകദേശം ചെറിയൊരു സാമ്യം, അവരൊരു സാമ്യം ഉണ്ടാവും. പിന്നെ പോത്തൊക്കെ മഞ്ഞ് കൂടെ അങ്ങനെ നടക്കണേ, പോത്തൊക്കെ പശു എങ്ങനെ സാധിക്കുന്നോ എന്തോ, രണ്ടെണ്ണമൊക്കെ. പിന്നെ നമ്മളിവിടെ ഒറ്റ കേരളക്കാരെ കണ്ടിട്ടില്ല കേട്ടോ, എന്താ അറിയില്ല, ഒറ്റ കേരളക്കാരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അറിയാൻ ചാൻസ് ഇല്ല, കാരണം അവരൊന്നും നമ്മളെപ്പോലെ വണ്ടിയും കൊണ്ട് ഡയറക്റ്റ് വരുന്നവരായിരിക്കില്ല. അപ്പോൾ അവർ വാടകയ്ക്ക് എടുത്ത് വരുന്ന, അതായത് ഇവിടെ ഹിമാചൽ മണാലി ഇഷ്ടം പോലെ റെൻ്റ് കാറൊക്കെ കിട്ടും. ഫുള്ള് മറ്റേ എന്താ പറയുക, ഹിമാലയൻ ബൈക്കുകളുണ്ടല്ലോ, ആ ബൈക്കുകൾ റെൻറ്റിന് എടുത്തിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അതിന് 1500 റുപ്യ എടുത്തിട്ട് അപ്പോൾ അവരുടെ നമ്പർ പ്ലേറ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, HP തന്നെ ഈ കാര്യം. അപ്പോൾ അത് മനസ്സിലാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ചിലപ്പം മൈൻഡാക്കാനും കഴിയണമെന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും മലയാളീസിനെ കാണാത്തത് കേട്ടോ. അപ്പോൾ പോവില്ലേ, എത്താൻ്റെ പാട്, എൻ്റെ അവസ്ഥ നല്ല തണുത്തിട്ട് കഴിയാൻ പൊള്ളാണ്, എന്ത് പൊള്ളണ ഫീലിങ്. നമുക്കിപ്പോൾ ജാളിയാക്കാൻ വന്നാൽ ഇവിടുന്ന് കജ്ജൂല കേട്ടോ. ജാളിയാക്കണ ആ അവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. കാണാനൊക്കെ ഉണ്ട്, പക്ഷേ നിൽക്കാൻ കജ്ജൂല, അതാണ് ഒറ്റ പ്രശ്നം. പക്ഷേ നമ്മളെ കാശ്മീർ പോയെന്ന് ഗുൽമർഗ് പോയെന്നും ഇത്ര കൊണ്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ ആ കയറിയപ്പോൾ ഉണ്ടായിരുന്നു, ഒരു ടണൽ കയറിയപ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി വന്നേനു. പക്ഷേ അവിടെ ഇതിനായിട്ട് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ അറിയില്ല, ഒക്കെ കണക്ക് തന്നെയാണ് ഏകദേശം, ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ പോവല്ലേ.
വണ്ടി നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തു കേട്ടോ, സെറ്റാക്കി. കേരള ടു കാശ്മീർ ബോർഡൊക്കെ ഇനി എന്തൊരു ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് നമ്മളെ മിഷനൊക്കെ തീർന്നതാണോ ഓൾറെഡി. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണാലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. മണാലിയിൽ നിന്നുള്ള ഈ കാഴ്ച അല്ലത്. മണാലിയും കഴിഞ്ഞ് കുറേ വരണം, വലിയ റിസ്ക് ഒന്നുമില്ല വരാൻ. വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഏത് വണ്ടിയും കൊണ്ട് വരാൻ പറ്റും. അവിടെ ടെൻ്റ് ആണോ സംശയം ഉണ്ട്, ആ വെള്ള സാധനം കേട്ടോ. ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ടു ടെൻറ്റ് പോലത്തെ സംഭവം, അതിലൊക്കെ എങ്ങനെ ജീവിക്കാനാണോ ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ഹോട്ടലൊക്കെ പുടുത്തം പുട്ട കത്തിയാട്ടോ. നമ്മളൊരു വാൻ ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്കയായിരുന്നു, നമുക്ക് എത്രയും പോകായിരുന്നു. വാൻ ലൈഫിൽ വാനാണ്ട് ഹീറ്ററൊക്കെ ഇട്ടോ ചൂടാക്കി പരമാവധിയുള്ള കമ്പിളി പതപ്പൊക്കെ വാങ്ങി കിടന്നുറങ്ങിയാൽ നമുക്ക് എല്ലാ ദിവസവും മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു ദിവസം ആകുമ്പോഴത്തേന് തന്നെ ക്ഷീണിക്കുകയാണ്. അതായത് മഞ്ഞിൻ്റെ ഏരിയയിൽ കേട്ടോ. ബാക്കിയുള്ള ഏരിയ നമ്മൾ എത്ര കാലം വേണമെങ്കിൽ പിടിച്ച് നിൽക്കും. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന നല്ല വെള്ളം ഉള്ള സ്ഥലത്ത് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് കാണാൻ പറ്റും. ക്യാമറ കണ്ണുകളോട് കാണാൻ ചാൻസ് കുറവാണ്. സൂര്യൻ എത്തിച്ച് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇവിടെ ഒരു തടാകം കാണുന്നുണ്ട് നിങ്ങൾ, ഫുൾ വൈറ്റ് ആയിട്ട് തടാകമാണുണ്ടത്. തടാകം മൊത്തം ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ വണ്ടി. അവിടെ പലജാതി ആക്ടിവിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റേ റാഫ്റ്റിംഗ് പരിപാടി ഉണ്ട്, ബോട്ട് റേസിംഗ് അല്ല, ബോട്ടിൽ ജസ്റ്റ് തുഴഞ്ഞ് കളിക്കുന്ന പരിപാടി. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും 10-15 ഞാൻ നീച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്കത് ഒരു വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങൾ? വെള്ളച്ചാട്ടം, വെള്ളം ചെറിയ ചാട്ടം ചാടി അവിടെയൊക്കെ ഐസ് ഉറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ മല കംപ്ലീറ്റ് ഇല്ല, ഒരു ഏരിയ. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. നമ്മളെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ. എല്ലാവരും ചെക്ക് ചെയ്യണം. ഇവിടെ നല്ല കാഴ്ച കണ്ടങ്ങൾ, ഒരു അടാറ് കാഴ്ചയാണ് കേട്ടോ. ഇതൊന്നും മൂന്നാറും കിട്ടൂല, ഊട്ടിയിലും കിട്ടൂല കേട്ടോ. കായ ഇറക്കാൻ തന്നെ വേണം. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോന്നോളി, ബെസ്റ്റ് ടൈമാണ്. തണുപ്പ് സഹിക്കാനും കൂടി ഉള്ള എല്ലാ ഇതും എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ കുറേ ടൂറിസ്റ്റ് പാക്കേജൊക്കെ ഉണ്ടാവും, 2000 രൂപയ്ക്ക് കാശ്മീർ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ 2000 രൂപ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. നമുക്കുള്ള ഈ കോട്ട്, ഈ ജാക്കറ്റ് വാങ്ങണമെങ്കിൽ തന്നെ 1000 റുപ്യേൻ്റെ നല്ല ജാക്കറ്റ് കേട്ടോ, ലോക്കലൊക്കെ കിട്ടും. നല്ല ജാക്കറ്റിന് 1000 റുപ്യേൻ്റെ അടുത്തെങ്ങാനും വരും. രണ്ടാമത് ഗ്ലൗ പറഞ്ഞ സാധനം വരും. ഇതിനൊക്കെ നല്ല എക്സ്പെൻസാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് വാങ്ങിച്ച് കൂട്ടാനാണെങ്കിൽ. നമ്മളൊക്കെ വാങ്ങിച്ച് വരുമ്പോൾ എന്തായാലും ഒരു 10 റുപ്യേൻ്റെ അടുത്ത് എത്തും കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാണെങ്കിൽ അത് നമ്മൾക്ക് ഞാൻ ഓരോ കണക്കതിനായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല എക്സ്പെൻസ് വരും. നമ്മൾ വിചാരിച്ച മാതിരിയൊന്നും നിലക്കൂല കേട്ടോ. ഈ ഫുഡ് പറഞ്ഞ സാധനം ഇവിടെ ഒരു ചായക്ക് 20 രൂപയാണ് കേട്ടോ. ചായ ഒന്നും ഇല്ലാതെ നമുക്ക് കുടിച്ചിക്കാൻ കഴിയില്ല. പച്ചവെള്ളം പറഞ്ഞ സാധനം തണുത്തോണ്ട് കയറി എപ്പോഴും. അപ്പോൾ നമുക്ക് ചായ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ചൂടുവെള്ളം വേണം. വെറും ചൂടുവെള്ളം കുടിക്കാനും കഴിയില്ല. അതും വെറുതെ കിട്ടൂല. ചായക്ക് 20 റുപ്യ എടുക്കാതൊന്നും ഇവിടെ ഒരു തേങ്ങയും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. നല്ല നല്ല കാഴ്ചകളായിരിക്കും. ലോക്ക കഫേ, നാടൻ ഭക്ഷണശാല. ഇത് മണാലിയിലാട്ടോ, നമ്മുടെ നാട്ടിലല്ല. അപ്പോൾ അതിൻ്റെ ഇവിടെ അങ്ങനെ ഒരു ബുള്ളറ്റിൻ്റെ ഷോറൂം, ബുള്ളറ്റിൻ്റെ വാട്ടർ സർവീസ്, എന്തൊക്കെ സർവീസാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മേലേക്ക് കയറി നോക്കാം. നോക്കേതായാലും ഇവിടെ താഴെയുള്ളവർക്ക് തന്നെ അറിയില്ല എന്താണ് മേലെ ഉള്ളത് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒരാളെയും കാണുന്നില്ല. ഹായ്, മലയാളീസ് ആണോ? ഞങ്ങൾ ഹോട്ടൽ തപ്പിയാണേ. ഫുഡൊക്കെ ഉണ്ടോ? അതല്ലേ, കഴിക്കാം. നല്ല കത്തി ഗായ്സ്. സംഭവം ഇവിടെ താഴെ നിൽക്കുന്ന ബുള്ളറ്റ് ഷോറൂമിലെ ആൾക്കാർ, ബുള്ളറ്റ് ഷോറൂമില്ല, ബുള്ളറ്റ് സർവീസിലത്തെ ആൾക്കാരൊക്കെ തന്നെ അറിയില്ല ഇവിടെ ഒരു ഹോട്ടലുള്ളത് കേട്ടോ. ഇവിടെ നാടൻ ഭക്ഷണശാല കേരള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. മണാലി തന്നെ കേട്ടോ, മണാലി ടൗണിൽ തന്നെയാണത്.
അപ്പോൾ ഇരിക്കാനുള്ള സെറ്റപ്പ് വേണം. ടേബിളൊന്നുമല്ല, നമ്മൾ പടിഞ്ഞിരിക്കുക കേട്ടോ, നിലത്ത് പടിഞ്ഞിരിക്കുക. അപ്പോൾ ഫുൾ ആംബിയൻസ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഉള്ളിൽ കയറാം. നമ്മൾ ഗ്ലൗവും ഷൂ ഒക്കെ ഊരിട്ട് കേട്ടോ. ഫുൾ ആംബിയൻസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന സെറ്റപ്പ് താഴെ കേട്ടോ, താഴെ തന്നെ ഇരിക്കുക. താഴെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ പടിഞ്ഞിരിക്കണ പോലെയാണ് കേട്ടോ. ഇത് മണാലി മാൾ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സംഭവം. അതായത് മണാലി ഇവിടെ ശരിക്കും റോഡ് വ്യൂ ഇല്ല. ഇത് നാടൻ ഭക്ഷണശാല. അപ്പോൾ നമ്മളോട് എന്തൊക്കെ വേണ്ടത് വെച്ചു, പുട്ടും എന്താണ് പുട്ടും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. തൽക്കാലം നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാം കേട്ടോ. അതോടെ മലയാളീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആരും പുറത്തേക്ക് വരുന്നില്ല, എല്ലാവരും അടുക്കളയിലാണ് തോന്നുന്നു. അപ്പോൾ കാണട്ടെ കാഴ്ചകൾ. മലയാളി ഹോട്ടലിൽ നിന്ന് നമ്മളിത് ഇഡ്ഡലി സാമ്പാറും പറഞ്ഞു കേട്ടോ. അടിപൊളിയല്ലേ? ഇവിടുത്തെ ടേസ്റ്റ് കേട്ടോ. ഒരു സാമ്പാറൊക്കെ പറഞ്ഞ സാധനം കിട്ടാറേ അമ്പം നിലവാരം കേട്ടോ. ഇവിടുത്തെ ഓരോ കറി ഉണ്ട്, ഇവിടുത്തെ കറി കയറി, പക്ഷേ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കാൻ കേട്ടോ, കഴിക്കുക. ഇതൊക്കെ ആംബിയൻസ് ഒക്കെ അടിപൊളി കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അവിടെ ഫയർ ക്യാമ്പും എല്ലാ പാട്ട് സെറ്റപ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ. 4 വർഷമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് നടത്തുന്നത്. പിന്നെ ഒരു ഫാമിലിയൊക്കെ അവിടെയും തൃശ്ശൂരും അവിടെയും ഇവിടെ എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നടത്തിപ്പിന് തന്നെ. ഇപ്പോൾ ഉള്ളത് പഞ്ചാബില് ജഗാക്കാനാം ബർത്തഗർ പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിട്ടുള്ളത്. ഹിമാചലിൽ നേരെ പോകുന്നത് ചണ്ഡീഗറിലേക്കാണ്, പക്ഷേ ഇപ്പോൾ പഞ്ചാബിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആഗ്രയാണ് വെച്ച് ഡെസ്റ്റിനേഷൻ പിടിച്ചത്, ആഗ്ര താജ്മഹൽക്കാണ് പിടിച്ചത്. അപ്പോൾ ഈ പള്ളിക്കൽ കയറിയാണ്ട് നമ്മൾ ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചാതി സപ്പോർട്ട് ഇട്ടോ ഈ കാക്ക. മൂപ്പര് ഒറ്റടി കയറ്റി പള്ളി കയറ്റി ഇവരൊക്കെ ഒരു ചോദ്യാർത്ഥം ഇല്ലാണ്ട് കയറ്റി പള്ളി കയറ്റിയിരുത്തി. അപ്പോൾ ചായ കണ്ടങ്ങൾ ഒരു ജെപ്പി ഒരു ഇതിൽ തൂക്കാത്രത്തിൽ ഫുള്ള് ചായ കേട്ടോ. ഫുള്ള് ചായ അടിച്ച് വെള്ളം ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു ഗ്ലാസ്. നാളെ അവിടെ കടന്നുറങ്ങണം. നമ്മൾ വണ്ടിയൊക്കെ പള്ളിനുള്ളിൽ കയറ്റിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നാളെ രാവിലെ. അപ്പോൾ ഫുൾ സപ്പോർട്ടാണ് ഇവർ. കുറേ വർത്താനൊക്കെ പറഞ്ഞേ കട്ട സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പം ഉണ്ടാക്കുക ക്യാമറ ഉണ്ടപ്പോൾ ഭയങ്കര മടി. आपका नाम क्या है? फरीद मोहम्मद. यस. रफीक खान. मोहम्मद राज. പേര് ആദ്യമായിട്ട് കേൾക്കട്ടെ. बरतगढ़ की कमेटी भरदान सरपंच है ये. गांव का मुखिया. ഓ ഇത് ഗ്രാമത്തിന്റെ മുഖ്യനാണ്. ഇർഫാൻ ഖാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇർഫാൻ ആദ്യമായിട്ടാണ്. ഓക്കെ ഏട്ടന്റെ അനിയനാണ് കേട്ടോ, ഏട്ടന്റെ മകനാണ് കേട്ടോ. അച്ഛാ, അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ പള്ളിയിൽ അടിപൊളി പള്ളിയാട്ടോ. ഏറ്റവും ഒരു ഇതുമില്ല, ബാക്കിയുള്ള പള്ളിയിൽ അത്ര റിസ്ക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് പള്ളി കയറ്റിയിരുത്തി നിസ്കരിച്ച പള്ളി. എന്നിട്ട് കടന്നുറങ്ങാനുള്ള സെറ്റപ്പ്. ഈ റൂമിൽ കുറേ തലക്കണിയും പുതപ്പും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അവിടെ പെട്ടെന്ന് കടന്നുറങ്ങിക്കോളി. യാത്രക്കാർക്കുള്ള റൂമാണ്. അവിടെ ഒരുപാട് യാത്രക്കാർ വരലുണ്ട്. അപ്പോൾ അവിടെ കടന്നുറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.